love you. Assalamualaikum. Waalaikumsalam. Babies, little baby. ഇന്നല്ല അമ്മായിയാണ്. അമ്മായി. വാ. എന്നിട്ട് എന്താ പ്ലാൻ ചെയ്തീനോ? എന്താ പ്ലാന്? നിങ്ങൾ ഇന്ന് വെറുതെ ഓരോ കാര്യം പറഞ്ഞാണ്ട് വിളിച്ചുകൊണ്ടുപോവാണ്. ദിനുവിന് 90 ആവാതെ വീട്ടിക്ക് നമ്മളങ്ങോട്ട് വരാൻ മടിയാണ്. 90 കേട്ടോ, 20 ദിവസം ഉണ്ട്. അപ്പൊ അതിന് മുന്നേ ഒരു സൺഡേ ഒന്ന് ബിരിയാണി ഒക്കെ കഴിച്ച് അല്ലേ, ഞങ്ങള് ബിരിയാണി ഉണ്ടാക്കിയ ഫോളെ വിളിച്ച്. നല്ല തെറ്റുണ്ടായില് ഒരു തെറ്റുമില്ല. പിന്നെ മാത്രല്ല പപ്പന്റെ ഉമ്മേന്റെ ചെറിയ ആനിവേഴ്സറി ഇന്നലെ പരിപാടി. അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൂടി ആണ്. പോവല്ലോ ജിന്നാല് ചിക്കിയത് ആയിഷ താലിയ. അതൊന്ന് പറഞ്ഞാളെ, കൺഫ്യൂഷൻ. ഞാൻ അതിന് മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞിക്കണ് താലിന്ന് വിളിക്കുന്നതിന്. എന്തായാലും നിങ്ങളെ നമ്മള് ഇഷാന്ന് തന്നെ വിളിക്കുന്നത്. പിന്നെ സംഭവം ഇഷ എന്നാണ്, പക്ഷെ ഞാൻ ഷോർട്ടായിട്ട് എനിക്കൊരു ഇഷ്ടത്തിന് താലീസ എന്ന് വിളിക്കാം. അല്ല വേറെ അർത്ഥം കാര്യം നോക്കിയിട്ടൊന്നല്ല. താലിയ എന്നാണ് പേര്. താലിയക്ക് നല്ല അർത്ഥം. അതിന്റെ ഒരു അർത്ഥം പറഞ്ഞു കൊടുത്താ. താലിയന്റെ അർത്ഥം എന്താന്നാ ചോദിക്കണേ? താലിക്ക് നല്ല ഇതാണ്, സ്വർഗത്തില് എന്തോ ഒരു ഡ്യൂ ഓഫ് ഹെവൻ അങ്ങനത്തെ കൊറേ അർത്ഥമുള്ളത് ഫുള്ള് നല്ല അർത്ഥമാണ്. അത് നമ്മൾ ഇതിന് മുന്നേ താലിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാരും വിളിക്കല്ലോ ഇപ്പൊ, എന്താ പറയാ, ഷോർട്ടായിട്ട് ഓരോരോ പേര് കൊറേ ആൾക്കാർ കൊറേ വിളിക്കുമല്ലോ. അപ്പൊ കമന്റിൽ ഏതായാലും നമ്മൾ ഇഷ എന്നൊക്കെ തന്നെയാണ് നമ്മൾ വിളിക്കാൻ ഉദ്ദേശിച്ചത്. നമ്മൾ പറഞ്ഞില്ല, പിന്നെ താലിയെന്ന് വിളിക്കുക, ഒരു ഷോർട്ട് ഫോമിൽ നമ്മൾ ആ ഒരു ഓമനത്തോടു കൂടി വിളിക്കുന്നതാണ് ഇഷ. ഇനിയിപ്പോ ഏതായാലും ഓല ഇത് മാനിഷില്ലാന്ന് വേണ്ടല്ലോ അല്ലേ, ഇഷ ആണ് മെയിന്. ഞാൻ താലിയെന്ന് വിളിക്കുള്ളൂ. താലീസ എന്ന് വിളിക്കല്. അതെ, താലീസാണ്. ഞാന് ഇതാ ഇവിടെ ഈ ചാലീശയെന്ന് വിളിക്കുകയാണ്. ഞാൻ വർത്താനം പറഞ്ഞു കേട്ടിട്ട് അങ്ങനെ ഞാനിതാ തുറക്കലേക്ക് എത്തിട്ടോ. അപ്പോൾ നമ്മളെ ഇസുക്കുട്ടനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇവിടെ. സുൽക്ക അവനെ അവിടെ ആക്കി പോകുന്നതാണ് കേട്ടോ. അവൻ ഇന്നലെ വീട്ടിൽ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നു. അവനിതാ കാറിൻ്റെ ഡോറൊക്കെ തുറന്നു തന്നു. ഇതാ നമ്മളെ കാണാനായിട്ട്. അപ്പോൾ ഇവരൊക്കെ ഉണ്ട് കേട്ടോ, ആൻറ്റിയും എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ എല്ലാവരും കൂടി കൂടുമ്പോൾ പിന്നെ രസമായിട്ട് എന്നെ വിളിക്കും കേട്ടോ. ഞാൻ എന്താടി വന്ന് പോയി, ഒരു ദിവസമല്ലേ ഒന്ന് വന്ന് പോകും. ഇന്നലെ പിന്നെ പപ്പയുടെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. പക്ഷെ അത് കഴിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ അതിൻ്റെ പേരിൽ ഉണ്ടാക്കി ബിരിയാണി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചതാണ് കേട്ടോ അവർ. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞതാണ് ഇരട്ട സ്വീപ്പിന്റെ കഥകൾ പറയാണ്. ഈ മോക്ക് ഇരട്ട സ്വീപ്പാണ്, ഫാത്തിമ മോക്ക് ഇരട്ട സ്വീപ്പ്. അപ്പൊ എത്ര ആൾക്കാർ ഇരട്ട സ്വീപ്പ് ഉള്ളോല് എന്താ ഇരിപ്പിടം വാങ്ങിക്കും, ഇരിപ്പിടം പൊളിക്കും, 2 ഇതുണ്ട് പറയും. എന്നിട്ടിപ്പോ എന്താ ഇവൾക്ക് ഇരട്ട സൂപ്പാന്നാ പറയണല്ലേ? കുറച്ച് സ്വീപ്പാക്കും, അങ്ങനെ സ്വീപ്പാക്കൂലേ? അടച്ചാണേ. ഏതായാലും നിങ്ങൾ കമന്റ് ചെയ്യും എന്താ അതിന്റെ സത്യാവസ്ഥ. ഏതായാലും കണ്ടറിയാലേ, എന്താ അറിയില്ല അതിന്റെ ശാസ്ത്രവശം എന്താന്ന് അറിയില്ല കേട്ടോ, പറയുന്നതാണ്. നമ്മൾ ലേമിക്കുട്ടി ഇതാ ഇവിടെ ബാൻസു പ്ലാറ്റ്ഫോമിലൂടെ മാത്സ് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാൻസു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഇത് വെറും ഒരു മാത്സ് ക്ലാസ് ഒന്നുമല്ല, മെൻ്റൽ മാത്സ് ആണ് കേട്ടോ. നമ്മളെ ഇൻ്റർനാഷണൽ മാത്സ് ചാമ്പ്യൻ ആയിട്ടുള്ള മിസ്റ്റർ നീലകാന്ത ബാനു ആണ് കേട്ടോ ഇതിൻ്റെ ഫൗണ്ടർ. അതുകൊണ്ട് തന്നെ അവരുടെ ട്രിക്സും സീക്രറ്റ്സും ഒക്കെ വെച്ചിട്ടാണ് അവർ കുട്ടികളെ ഒരു ഇൻട്രസ്റ്റിംഗ് ഗെയിമിലൂടെയൊക്കെയാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മളെ ലേമിക്ക് ഭയങ്കര ഫേവറേറ്റ് സബ്ജക്റ്റാണ് കേട്ടോ ഇപ്പോൾ മാത്സ്. അവൾ സ്വയം തന്നെ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ക്ലാസ്സിലിരിക്കുന്നത്. സൂപ്പർ
സൂപ്പറായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല ടീച്ചേഴ്സൊക്കെ ആണ് കേട്ടോ അവരുടെ അടുത്തുള്ളത്. എന്തായാലും ഒരു കാലത്ത് നമ്മുടെയൊക്കെ പേടി സ്വപ്നമായിരുന്നു മാത്സ് എന്ന് പറഞ്ഞാൽ. എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടിയോട്ടടിയായിരിക്കും അല്ലേ. പക്ഷേ ഇപ്പം മാഷാഅല്ലാ കുട്ടികളെ കയ്യിൽ ഭയങ്കര പുലിയാണ്. അവർ പല ടെക്നിക്സുകളും ഉപയോഗിച്ചിട്ടാണ് ഓരോരോ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് നമുക്ക് കൊടുക്കേണ്ട മാത്സ് കോഴ്സിനാണ് കേട്ടോ. അവർ നല്ല ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കുട്ടികളെ ഇൻട്രാക്റ്റീവായിട്ട് നല്ല ഇൻട്രസ്റ്റിങ്ങോട് കൂടിയായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ UKG തൊട്ട് 9th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്റ്റുഡൻസിനൊക്കെ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ വീഡിയോ കാണുന്നവർ മാത്സിലൊക്കെ വീക്കായിട്ടുള്ളവരുടെയും അതുപോലെ തന്നെ ടെക്നിക്സ് യൂസ് ആക്കിയിട്ട് മാത്സ് കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അങ്ങനത്തെ കുട്ടികൾ ഇതിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സ് വേണമെന്നൊക്കെ വിചാരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ചേർത്താൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ ഒരു എക്സ്ക്ലൂസീവ് ഓഫർ ഉണ്ട് കേട്ടോ. നമ്മൾ താഴെ കൊടുക്കുന്ന ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 50 പേർക്ക് 20% ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിലാണെങ്കിലും USA-ലാണെങ്കിലും UK-ലാണെങ്കിലും UAE-ലാണെങ്കിലും ഇനിയിപ്പോൾ ഏത് കൺട്രീസിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നും ആലോചിക്കാനില്ല, നമുക്ക് നമ്മുടെ മക്കളുടെ ഭാവിയല്ലേ വലുത്. അപ്പോൾ ഇവളുടെ ഭാവി മാഷാഅല്ലാ നമ്മൾ സേഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മക്കളെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും ഫാമിലിക്കായാലും കസിൻസിനായാലും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ബാൻസു കോഴ്സൊക്കെ ഉപകാരപ്പെട്ടാലോ. ആർക്കാണല്ലേ മാത്സിലൊക്കെ ഇങ്ങനെ ഒരു ഇത് ആവശ്യമില്ലാത്തത്, എല്ലാവർക്കും ഇപ്പോൾ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കോഴ്സ് തന്നെയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിലൊക്കെ ഒന്ന് കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ നോക്കുക കേട്ടോ. ആമയുടെ ബിരിയാണിയാണ്, ആമ ബിരിയാണി. എന്തായി ബിരിയാണി പണി? ബിരിയാണി എന്ന് പറയുമ്പോൾ പച്ചക്കറി ബിരിയാണി വെക്കും പോലെയാണ്. ഒന്ന് കാണിച്ചു തരുമോ? സൂപ്പറാ. ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ ബിരിയാണി? സൂപ്പറാണടാ. കഴിഞ്ഞോ പരിപാടി? കഴിഞ്ഞോ? ഓ നീ എല്ലാം കഴിഞ്ഞു. വിളമ്പാൻ പോവാണോ? ചേച്ചി ഓടുന്നതാ വീഡിയോ ഉണ്ടപ്പോ. ബിരിയാണി ഇതാ സെറ്റാക്കി വെച്ചു. പരിപാടി കഴിഞ്ഞില്ല, സാധനം സെറ്റായി. ഇത് നല്ല അടിപൊളി ഡയറ്റ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇത് കാരണം അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓയിലോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഡയറ്റ് ചെയ്യുന്നവർക്കും കഴിക്കാം. കാരണം ചിക്കൻ വേവിച്ച ആ ഒരു സ്റ്റോക്ക് വെള്ളത്തിൽ ഉണ്ടാക്കിയ ഒരു ബിരിയാണിയാണ്. സംഭവം എന്തായാലും അടിപൊളിയായി. നല്ല അടിപൊളിയായിട്ട് ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മളങ്ങനെ അല്ലേ. അതെ, ഞാനും വിചാരിച്ചു ഡയറ്റ് ബിരിയാണി പറയുമ്പോൾ എന്താ ഇപ്പം സംഭവിക്കുക എന്താണെന്ന് അറിയില്ലല്ലോ. ഏതായാലും നമുക്ക് കഴിക്കുമ്പോൾ നോക്കാം അല്ലേ. ഇസുകുട്ടൻ ആ TV ഒക്കെ കണ്ട് ഇങ്ങനെ അതെ, ഉപ്പുപ്പി എല്ലാവരും ഉണ്ട്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പുറപ്പാടിലാണ്. ഏകദേശം ഒരു 1:30 ആയിട്ടുണ്ട്. അപ്പോഴേക്കും പപ്പ വന്ന് താലിമുളൊക്കെ വാങ്ങിച്ച് പോയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇവർ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളായിരുന്നു. അതിൻ്റെ ഇടയിലാണ് എൻ്റെ അമ്മ പോയിട്ട് പപ്പക്ക് സർപ്രൈസ് കൊടുത്തത്. എന്താണ് മാർച്ചിയത്? കുട്ടിയൊക്കെ തിന്നണല്ലോ. അയ്യേ ഇതെന്താണ് സാധനം? കാണട്ടോ എന്താണ്? വേറൊന്നും ആവശ്യമില്ല, ഡ്രസ് ആവശ്യമില്ല, ഫോൺ ആവശ്യമില്ല. പെട്ടെന്ന് വിളിക്കാം. പാർക്കർ അല്ലേ? ഉഷാറായില്ലല്ലോ. ഇതെങ്ങനെ നീ പൊളിക്കുക? ക്ഷമണ്ടേ, നമുക്കും ക്ഷമണ്ടേ. അപ്പം ഇത് സംഭവം കളിക്കുന്നുണ്ട്. എനിക്ക് ഐ ലവ് യു. ഒരു നല്ല സംഭവം, നല്ല ഷർട്ടിക്കും എങ്ങനെയുണ്ട്? അടിപൊളി. അങ്ങനെ അവരുടെ കൂടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞതാ നേരെ എൻ്റെ വീട്ടിലേക്ക് തന്നെ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്.